ചേർത്തലയ്ക്ക് പിന്നാലെ എടക്കരയിലും വിവാദ വിഷു പോസ്റ്ററുകൾ. ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ്. പോസ്റ്റർ അബദ്ധത്തിലുള്ളതല്ലെന്നും ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും പരാതിയിൽ പറയുന്നു. എടക്കരയിലെ 2 പ്രമുഖ സ്ഥാപനങ്ങളാണ് വിവാദ വിഷു പോസ്റ്ററുകൾ ഇറക്കിയതെന്നാണ് അജി തോമസ് പറയുന്നത്. ഒരു സ്ഥാപനം ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാമൂർത്തിയായ ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന പോസ്റ്ററും മന്തി കൈകൊണ്ട് എടുക്കുന്ന ശ്രീകൃഷ്ണന്റെ പോസ്റ്ററുമാണ് പരസ്യത്തിനായി ഉപയോഗിച്ചതെന്നും അജി തോമസ് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വിഷുദിനത്തോടനുബന്ധിച്ച് എടക്കരയുടെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന റൈതാൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ശ്രീകൃഷ്ണൻ ചിക്കൻ കോഴിമാംസം കോഴിയിറച്ചി എടുക്കുന്ന ഒരു ഫോട്ടോയോട് കൂടിയ ഒരു പോസ്റ്റ് കണ്ടു. അതേപോലെ തന്നെ വേറൊരു അക്കൗണ്ടിൽ മജ്‌ലിസ് അറേബ്യൻ ഫുഡ് എന്നൊരു അക്കൗണ്ടിൽ എടക്കരയുടെ പരിസര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുസല്ല അറേബ്യൻ മജ്‌ലിസ് എന്നൊരു ഹോട്ടലിൻ്റെ പേര് ആഡ് ചെയ്തൊരു പോസ്റ്റ് കണ്ടു. ഇത് മലപ്പുറം ജില്ലയിൽ എടക്കരയിൽ മാത്രമല്ല കോട്ടക്കലും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ വിഷുദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ശ്രീകൃഷ്ണനെ ഇറച്ചി കഴിക്കാൻ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് അത്യന്തം ഒരു അപലപനീയമായ കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ നാനാജാതി മതസ്ഥരായ ആൾക്കാരുണ്ട്. അതിന് അവരുടെ വിശ്വാസങ്ങളുമുണ്ട്. അതൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാമൂർത്തിയെ അവഹേളിക്കുന്ന തരത്തിൽ, അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു പോസ്റ്റാണ് വിഷുദിനത്തിൻ്റെ ആശംസ എന്ന രീതിയിൽ കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരം റെസ്റ്റോറൻറ്റുകൾ നടത്തിയിട്ടുള്ളത്. ഇതൊരാൾക്ക് പറ്റുന്ന കേവലം അബദ്ധമല്ല. ഇതിന് ബോധപൂർവമായ ഒരു അജണ്ടയുണ്ട്. ഇതിന് 6-7 റെസ്റ്റോറൻറ്റുകളാണ് ഒരേ തരത്തിലുള്ള പോസ്റ്ററുകൾ അടിച്ചിട്ടുള്ളത്. അതിനെ കേവലം അബദ്ധമായി ചിത്രീകരിക്കുന്നത് എന്നാണ് ഒരു അബദ്ധം. ഇതിന് പിന്നിൽ ഒരു തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട്. ഇത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു വിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ഇതിനൊരു അന്വേഷണം നടത്തി, സമഗ്രമായ അന്വേഷണം നടത്തി ഈ റെസ്റ്റോറൻറ്റ് ഉടമകളുടെ ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ റെസ്റ്റോറൻറ്റ് ഉടമകൾ. അവരുടെ സംഘടന നിരോധിത തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് രഹസ്യമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ റെസ്റ്റോറൻറ്റ് ഉടമകൾ. അപ്പോൾ അവരുടെ ആ സംഘടനാ ബന്ധം കണ്ടെത്തി ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത്. ഈ എടക്കരയിലുള്ള 2 ഹോട്ടലുകളുടെ പേര് നടന്ന പരസ്യത്തിൻ്റെ പേരിൽ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച ഈ പോസ്റ്ററുകൾ ഇറക്കിയ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിനു പിന്നിൽ ചിലരുടെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉള്ളതായി പരാതിക്കാരൻ പറഞ്ഞു. പരാതിയോടൊപ്പം സ്ഥാപനങ്ങൾ നവമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്ററുകളും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.